നോർമൽ കോളേജുകളിൽ ഉദാഹരണത്തിന് കസാക്കിസ്ഥാനിൽ നമ്മുടെ പല ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ ഒരു 200-300 സീറ്റ്, അതിനപ്പുറത്ത് അവർ ചെയ്യില്ല, കുട്ടികളെ എടുക്കില്ല. കാരണം അവർക്കറിയാം അവരുടെ ഫാക്കൽറ്റീസിൻ്റെ കപ്പാസിറ്റി എന്താണ്, എത്രമാത്രം കുട്ടികളെയാണ് പഠിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം അവിടെ ഉള്ളതെന്നുള്ളത്. അപ്പം അതിനനുസരിച്ചുള്ള വിദ്യാർത്ഥികളെ എടുക്കത്തുള്ളൂ. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാകുമ്പോൾ നമുക്ക് കാണാം അതായത് സെപ്റ്റംബർ ബാച്ചായിരിക്കും അഡ്മിഷൻ ക്ലോസ് ആയിട്ട് ക്ലാസ് തുടങ്ങുന്നത്. ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞാലും വീണ്ടും വിദ്യാർത്ഥികൾ വരുന്നുണ്ടാവും. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് റഷ്യയിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ പാരൻ്റ് എന്നെ ബന്ധപ്പെട്ടു. കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, രാജ്യം മനസ്സിലായല്ലോ. അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് ബന്ധപ്പെട്ട് ഇങ്ങനെ മകനെ എക്സ്പെൽ ചെയ്തിട്ടുണ്ട്, വിസ അടിച്ച് തിരിച്ച് നാട്ടിൽ നിന്ന് പോകുന്ന സമയത്താണ് വിസ അടിച്ച് കിട്ടാതായത്. ഇപ്പോൾ അന്വേഷിച്ച് എക്സ്പെല്ലാണെന്ന് പറഞ്ഞത്, എന്താണെന്ന് അന്വേഷിച്ച് അറിയാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തെങ്കിലും കാരണമുണ്ടോ, മകൻ എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, എക്സാം പാസ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു വിഷയമില്ല. അന്വേഷിച്ച് നോക്കിയപ്പോൾ കൃത്യമായിട്ടൊരു കാരണം യൂണിവേഴ്സിറ്റിക്ക് ബോധ്യപ്പെടുത്താനില്ല. എന്നാൽ കഴിഞ്ഞ വർഷം 400 സീറ്റായിട്ടുള്ളതാണ്, അതിൽ 620-600ഓളം വിദ്യാർത്ഥികളെ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വരുന്ന വർഷങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള വാർത്തകൾ അവരെക്കുറിച്ചും കേൾക്കാം. സോ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വെച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ എത്ര സീറ്റ് ഉണ്ട്, എത്രമാത്രം സീറ്റുകൾ, അത് ഇന്ത്യൻ സ്റ്റുഡൻസ് എത്രമാത്രം സീറ്റുകൾ അലൗഡ് ആണ് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് രക്ഷിതാക്കൾ തന്നെയാണ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്.